പറയാം, ഇങ്ങനത്തെ ഉമ്മാക്കി കാണിച്ചൊന്നും പേടിച്ചു പോകുന്ന ആളുകളല്ല ഞങ്ങൾ. ഏതെങ്കിലും ഗുണ്ടകളെ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ഓശാനപ്പണി എടുക്കുന്ന ഒന്നോ രണ്ടോ ആളുകളെ കിട്ടും ചിലപ്പോ. ആ ഓശാനപ്പണി എടുക്കുന്ന ആളുകളെ ഞാനിപ്പോ അയാളോട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ ആഫീസിന്റെ അകത്ത് നിന്ന് മദ്യം കഴിക്കുന്ന ശീലമുണ്ട് ഇവർക്ക്. ഞങ്ങൾ ആരോപിക്കുന്നു, UDF ആരോപിക്കുന്നു. മദ്യം വിളമ്പുന്ന ഒരു പരിപാടി ഉണ്ട് ഇതിന്റെ ഉള്ളിൽ നിന്ന്. പോലീസ് ഉദ്യോഗസ്ഥന്മാർ, ബഹുമാനപ്പെട്ട നാദാപുരം SI ഇവിടെ ഉണ്ട്, ശ്രദ്ധിക്കണം. ഒരു ആഫീസിന്റെ അകത്ത് നിന്ന് മദ്യം ഒഴിച്ച് സൽക്കാരം നടത്തുക ഇതിന്റെ ഉള്ളിൽ നിന്ന്. ഇത് പറഞ്ഞ് ആ ഓശാന പാടുന്ന മദ്യത്തിന് കൂട്ടു നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ് ഞങ്ങളെ മേലേക്ക് വരുന്നത്. ഓനോട് പറയട്ടെ, എടോ രമേശ, ഇന്നോടൊരു കാര്യം പറയാം. പൊതുപ്രവർത്തകന്മാർ ആരാണെന്ന് തിരിച്ചറിയാനുള്ള കഴിവ് നിനക്കൊന്നും ഉണ്ടായില്ല. ഇവിടെ വന്ന് ഞങ്ങളോട് അപമര്യാദയായി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതിനതുപോലെ മറുപടി ചോദിക്കാനും അതിനതുപോലെ മറുപടി പറയാനും കെൽപ്പും ജ്ഞാനവും ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇവിടത്തേക്ക് കയറി വന്നത്. പേടിപ്പിക്കൊന്നും വേണ്ട, ഞങ്ങൾ വിഷയം മാറ്റുന്നില്ല. ഞങ്ങൾക്ക് ആ വിഷയമല്ല. ഇതുപോലുള്ള 100 രമേശന്മാരെ കണ്ടവരാ ഞങ്ങൾ. പക്ഷേ സെക്രട്ടറിയോട് പറയുന്നു, ഞങ്ങൾ വിഷയത്തിൽ പറയുന്നു, നാദാപുരം പഞ്ചായത്തിൽ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ വോട്ട് നിഷേധിക്കപ്പെട്ട മുഴുവൻ ആളുകൾക്കും വോട്ട് വാങ്ങിക്കൊടുക്കാൻ പ്രതിബദ്ധതയുള്ള ആളുകളാണ് ഞങ്ങൾ. ഉത്തരവാദപ്പെട്ട സംഘടനാ പ്രവർത്തകന്മാർ മാത്രമാണ് ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നത്. ഞങ്ങൾ വാങ്ങിക്കൊടുക്കും. ഇതിന്റെ അധിപൻ ഒരു ഹിയറിംഗിന് ഹാജരായി yes or no തീരുമാനിക്കാനുള്ള അധികാരം ഈ സെക്രട്ടറിക്ക് ഉണ്ടെങ്കിൽ ഈ സെക്രട്ടറിയുടെ മേലുദ്യോഗസ്ഥന്മാരുണ്ട്. അദ്ദേഹത്തിൽ നിന്ന് വോട്ടവകാശം പിടിച്ചു വാങ്ങാനുള്ള ഭരണഘടനാപരമായ ദൗത്യം ഞങ്ങൾ ഏറ്റെടുക്കും. ഞങ്ങൾ ഭരണഘടനാപരമായ ഉത്തരവാദിത്വം ചെയ്യും. ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം. ഏതെങ്കിലും ഒരു കുറ്റവാളിക്കാരന്റെ ആജ്ഞക്കനുസരിച്ച് നാദാപുരം പഞ്ചായത്തിലെ കുറെ ആളുകൾക്ക് വോട്ടങ്ങ് പോക്കിക്കളയാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അയാളോട് പറയട്ടെ, ന്യായമായാണ് പറയുന്നത്, ഒരു കാരണവശാലും സമ്മതിക്കില്ല. സെക്രട്ടറി ഒരു കാരണവശാലും സമ്മതിക്കില്ല. വോട്ടവകാശം വേണം. LDF വോട്ട് ചെയ്തോട്ടെ, BJP വോട്ട് ചെയ്തോട്ടെ, കോൺഗ്രസിന് വോട്ട് ചെയ്തോട്ടെ, മുസ്ലിം ലീഗിന് വോട്ട് ചെയ്തോട്ടെ, അത് വോട്ടവകാശം. പക്ഷെ അത് നിഷേധിക്കാൻ ചില ആളുകൾ പറയുന്നതിനനുസരിച്ച് ഈ 4 ചുമരുകൾക്കുള്ളിൽ നിന്ന് നീ ആസൂത്രണം ചെയ്താൽ ആ ആസൂത്രണത്തെ തടയാനുള്ള ശക്തി ഞങ്ങൾക്കുണ്ട്. അത് തടഞ്ഞിരിക്കുമെന്ന് പറയാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. സെക്രട്ടറിയോട് പറയട്ടെ, സെക്രട്ടറി നമ്മളെ പോലെയുള്ള ഒരു മനുഷ്യനാണ്. ഈ പഞ്ചായത്തിന്റെ ഹിയറിംഗിന് ഹാജരായ 100 കണക്കിന് ചെറുപ്പക്കാർക്ക് വോട്ടില്ല. ഈ പഞ്ചായത്തിൽ സ്ഥിരതാമസമുള്ള 100 കണക്കിന് സാധാരണക്കാർക്ക് വോട്ടവകാശം, ആ നിലവിലുള്ള വോട്ടവകാശം നിഷേധിച്ചു. ആരും പറയാതെ ചില ആളുകളെ ഒരു വാർഡിൽ നിന്നെടുത്ത് അങ്ങോട്ടത്തെ വാർഡിലേക്ക് മാറ്റുന്ന സംവിധാനം ഇയാൾ ആവിഷ്കരിച്ചു. ഒരുപാട് ആളുകളെ, ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരിൽ 1-2 ആളുകളെ പിടിച്ചുകൊണ്ട് തോന്നിയവാസങ്ങൾ കൊടുത്തു. 2 ദിവസം മുമ്പേ ഇവർക്ക് വോട്ടവകാശം സ്ഥാപിച്ചു കിട്ടാൻ അപ്പീൽ ബോധിപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ നിന്ന് ഹിയറിംഗിന്റെ ഒരു റിസൾട്ട് ഞങ്ങൾക്ക് കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ ഉത്തരവാദപ്പെട്ട സെക്രട്ടറി ഇല്ലാഞ്ഞിട്ട് ഇവിടുത്തെ ജയസിനെ സമീപിച്ചപ്പോൾ ജയസ് പറയുക, ജയസിനെ ഞാൻ പറയുന്നില്ല, കുറ്റം പറയുന്നില്ല, പക്ഷെ പറയുക ഫയൽ ഞങ്ങൾ കാണുന്നില്ല. ഈ ആഫീസിൽ ഫയലുകളില്ല. നാദാപുരം പഞ്ചായത്തിലെ ചില വാർഡുകളിലെ ഫയലുകൾ ഈ ആഫീസിൽ ഇപ്പോഴും ഇല്ല. ഇത് കുട്ടോത്താനുള്ളത് അല്ലെങ്കിൽ AKG സെന്ററിലാണുള്ളത്. ഇവിടെയുള്ള ഫയലുകൾ ഈ ആഫീസിന്റെ മതിലുകൾക്കപ്പുറത്ത് കൊണ്ടുപോകാൻ ഈ സെക്രട്ടറിക്ക് ഏത് ഭരണഘടനയാണ് അനുവദിക്കുന്നത്? ഏത് സർക്കാർ നിയമമാണ് അനുവദിക്കുന്നത്? ഇവിടെ നിന്നുള്ള കടലാസ തുണ്ടുകൾ പുറത്തേക്ക് പോകാൻ ആരാണ് ഇയാൾക്ക് ധൈര്യം കൊടുക്കുന്നത്? അങ്ങനെ ധൈര്യം കൊടുത്ത് ഇവിടെയുള്ള ഫയലുകൾ പുറത്തു കൊണ്ടുപോയി തെറ്റായ കാര്യങ്ങൾ എഴുതി ചേർത്ത് ഇവിടെയുള്ള നേതാക്കന്മാർ, ഇവിടെ ദാമുമാഷ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ, വലിയ നാസർ, ഇവരൊക്കെ ഉണ്ട്, റിനീഷ് ഉണ്ട്. ഞങ്ങൾ പട്ടിക പരിശോധിച്ചു. നിങ്ങൾ കാണേണ്ടത് അത്ഭുതമാണ്. പട്ടികയിൽ അത്ഭുതമാണ്. ഈ പട്ടികയിൽ 16 കൊല്ലം 20 കൊല്ലം മുമ്പേ കല്യാണം കഴിച്ചു പോയ ആളുകളുടെ വോട്ട് നിലനിർത്തുക. എന്നാൽ ഈ കഴിഞ്ഞ കൊല്ലം കല്യാണം കഴിച്ചു പോയത് ഒരു മുസ്ലിം ചെറുപ്പക്കാരിയാണെങ്കിൽ അവരുടെ വോട്ട് ഇവിടെ നിന്ന് തള്ളുക. അത് റിപ്പോർട്ട് ചെയ്യുന്ന കുറെ അധികം തോന്നിയാസികൾ ഇതിന്റെ ഉള്ളിൽ ഇരിക്കുകയാണ്. ഞാൻ പറയട്ടെ, കൃത്യമായ ആക്ഷേപം തെളിവുകളോടുകൂടി എന്റെ വാർഡിൽ നിന്ന് നാദാപുരം പഞ്ചായത്തിലെ പുതിയ